ഇതെല്ലാം കസ്റ്റമർ പറഞ്ഞിട്ടുള്ള സ്പൈസസ് അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ്. ജാതിപത്രി, ഏലക്ക, കുരുമുളക്, കാപ്പി, കശുവണ്ടി പരിപ്പ്, ഇഞ്ചി, ചുക്ക്. ഞങ്ങൾ ഇത്രയും സ്പൈസസ് ഇത് കണ്ടെത്താൻ വേണ്ടി ഞങ്ങൾ 2-3 ദിവസം എടുത്തിട്ട് അത് കണ്ടെത്തിയത്. അപ്പോൾ ഞങ്ങൾ ഈ 2 ദിവസം ഞങ്ങൾ രണ്ടാളും ഒരുമിച്ച് അലഞ്ഞത് കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ അതൊരു ത്രില്ലാണ്. സാധ്യത കണ്ടെത്തിയ ഒരു വെറൈറ്റി ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ സക്സസ് ആയിട്ട് പോകുന്നു. ഇപ്പോൾ വേൾഡ് വൈഡ് ബിസിനസ് ഇവർ വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കൺഗ്രാറ്റ്സ്. ഇതൊരു കസ്റ്റമർ നമുക്ക് പ്രൊവൈഡ് ചെയ്താണ്. അവരുടെ കല്യാണ മാലയാണിത്. ഇതിൽ ഇനി അവരുടെ നെയിം, ഫോട്ടോ എല്ലാം വെച്ച് അവരുടെ ഒരു മെമ്മറി ആയിട്ട് സൂക്ഷിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു ഐറ്റമാണ്. അത് ഞങ്ങളുടെ ഒരു കൺസെപ്റ്റിനെയാണ് സ്റ്റാർട്ട് ചെയ്തതാണ്. ചെറിയ ചെറിയ വുഡിന്റെ പീസുകളാണ് സെന്ററിൽ ഫില്ല് ചെയ്തിരിക്കുന്നത്. പൂവോ എന്തൊക്കെയുണ്ടല്ലോ, ഒറിജിനലാണ്. നമ്മൾ ഒരു ലെയറാണ് ഫില്ല് ചെയ്യുന്നത്. ഇത് സെറ്റ് ആയതിനു ശേഷം അടുത്ത ലെയർ ഫില്ല് ചെയ്യും. അങ്ങനെ ലെയർ ബൈ ലെയർ ആയിട്ട് നമ്മൾ ഈ വുഡിന്റെ ലെവൽ വരെ ഫില്ല് ചെയ്തെടുക്കുകയാണ് ചെയ്യുക. നമ്മളെ മനസ്സിൽ കണ്ട ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്കിത് ഫിനിഷിംഗിൽ എത്തിക്കാൻ പറ്റും അല്ലേ? അതെ അതെ. കമോൺ എവരിബഡി, സച്ചിൻ, പിഞ്ചു ബിഹൈൻഡ് ദ ക്യാമറ. നമ്മളെ വീടിൻ്റെ ഇൻറ്റീരിയർ അല്ലെങ്കിൽ ഫർണിച്ചറൊക്കെ ചെയ്യുമ്പം ഒരുപാട് മെറ്റീരിയലും ഒരുപാട് സാധ്യതകളൊക്കെ ഉണ്ട്. പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് അനന്തമായ സാധ്യതകളുള്ള, ഏറ്റവും കൂടുതൽ കസ്റ്റമൈസേഷൻ സാധ്യമായിട്ടുള്ള, കുറേ കൂടെ ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഫർണിച്ചർ ഐഡിയാസ് ഉണ്ട്. ഇപ്പോൾ ഉദാഹരണം ഇതൊരു ഡൈനിങ് ടേബിളാണ്. ഈ ഡൈനിങ് ടേബിളിൻ്റെ ഉള്ളിലോട്ട് നോക്കുമ്പോഴത്തേക്ക് കാണാം ഒരു 3D ലെവലിൽ നമുക്ക് എന്തൊക്കെ കാണാം. ഒരു കടൽ, ഒരു ബീച്ച് തന്നെ കാണാൻ പറ്റുന്നുണ്ട്. ഇത് അപ്പോക്സി ടേബിളുകൾ അല്ലെങ്കിൽ അപ്പോക്സി കൊണ്ടുള്ള ഇൻറ്റീരിയർ ഡെക്കർ ഐറ്റംസ് ഒക്കെ നിർമ്മിക്കുന്ന ഒരു സ്ഥാപനമാണ്. തൃശ്ശൂർ കേന്ദ്രീകൃതമായിട്ട് പ്രവർത്തിക്കുന്ന നന്ദക് ഡെക്കോസിൻ്റെ നിർമ്മാണശാലയിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ഇവിടെ വന്നപ്പോൾ ഉണ്ടല്ലോ, നമ്മൾ ഓരോന്ന് കണ്ടിട്ട് കിളിപോയി. അത്രയ്ക്ക് ക്രിയേറ്റീവായിട്ടാണ് ഇവർ ഓരോ ടേബിളുകൾ അല്ലെങ്കിൽ ക്ലോക്ക് ഒക്കെ ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം പരിചയപ്പെടാനുള്ളത് ദമ്പതികളെയാണ്. റെനിൽ ബ്രോ നമസ്കാരം, നിഷ മാഡം നമസ്കാരം. നിങ്ങൾ കപ്പിൾസ് ആണല്ലേ? അപ്പോൾ ഞങ്ങൾ വന്നപ്പോഴാണ് ഈ വെറൈറ്റികളൊക്കെ ശ്രദ്ധിച്ചത്. ഇവിടെയൊക്കെ നോക്കുമ്പോൾ ഉണ്ടല്ലോ പല വെറൈറ്റി ടേബിളുകളുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ നോക്കുവാണെങ്കിൽ നമ്മളൊരു 3D ലെവലിൽ കാണാൻ പറ്റുന്നുണ്ട്. ഒരു കടലാണ്, ബീച്ചാണ്. അതിൻ്റെ ഉള്ളിൽ കല്ല്, പുല്ല്, മണ്ണ് ഒക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നു. അവിടെ ഇതാ തട്ടപ്പുറത്ത് വേറെ ഒരു ടേബിൾ അതേപോലെ തന്നെ സെറ്റ് ചെയ്തിരിക്കുന്നു. അതും നമ്മളൊരു ഇങ്ങനെ അടുത്തിങ്ങനെ പോകുമ്പോൾ ഒരു ഡ്രോൺ ഷോട്ട് എടുക്കുന്ന ഫീലാണ്. ക്യാമറ കൊണ്ട് ഇങ്ങനെ അടുത്തോടെ പോകുമ്പോഴത്തേക്കും ഒരു ബോട്ട് ഇങ്ങനെ വരുന്നു. അത് കണ്ടിരിക്കാൻ തന്നെ രസമാണ് അല്ലേ? നമ്മളെല്ലാം കസ്റ്റമൈസ് ചെയ്തിട്ട് ചെയ്ത് കൊടുക്കുന്നതാണ്. കസ്റ്റമേഴ്സിന്റെ റിക്വയർമെന്റ് എങ്ങനെയാണോ അതനുസരിച്ച് അവരുടെ ടേസ്റ്റിനനുസരിച്ച് ചെയ്ത് കൊടുക്കാം. ഏറ്റവും സർഗാത്മകമായിട്ട് ചെയ്യാൻ പറ്റൂല്ലേ, ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇതിന്റെ ഡിസൈനൊക്കെ അവർ തരുമോ അതോ നമ്മൾ തന്നെ ചെയ്യണോ ചെയ്യുന്നത്? നമുക്ക് സജസ്റ്റ് ചെയ്യാം, അവർക്കുള്ള സജഷൻ പറയാം. ഒരു ഡിസ്കഷനിലൂടെയാണ് നമ്മളത് കൺക്ലൂഡ് ചെയ്ത് ചെയ്യുന്നത്. ഓൾ കേരള നിങ്ങൾ വർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ടോ? ഇന്ത്യ മാത്രമല്ല ഓൾ വേൾഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ഓസ്ട്രേലിയയിലേക്ക് ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിപ്പോൾ ഇവിടെ നിന്ന് ഒരു 4 ഡൈനിങ് ടേബിൾ ഉണ്ടായിരുന്നു, ക്ലോക്കുകൾ ഉണ്ടായിരുന്നു, ഒരു വണ്ടി ഉണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ചയാണ് അത് അയച്ചത്. ഞാൻ ഇവിടെ വന്നപ്പോൾ ഇവിടെ എത്തുന്നോടം വരെ എനിക്ക് ഇത്രയും ഒരു ക്യൂരിയോസിറ്റി ഇല്ലായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് അതിൻ്റെ ഒരു സെറ്റപ്പ് മനസ്സിലായത്. ഇത് നിങ്ങളെ വർക്ക് നടക്കുന്ന ഉള്ളിലാണല്ലേ? അതെ അതെ. നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് കാണാം എന്താണ് ഈ അപ്പോക്സി, ഇത് എങ്ങനെയാണ് ഇവർ ഉണ്ടാക്കുന്നത്, നിർമ്മാണ രീതികളൊക്കെ നമുക്കൊന്ന് കാണാം. ഇപ്പോൾ ഇത് മുഴുവനായിട്ടും വുഡ് വർക്കാണ്. അതിന് വേണ്ടിയിട്ടുള്ള ടേബിളിന് വേണ്ടിയിട്ടുള്ള ഇതാണെന്നല്ലേ മൊത്തം? ഇതിനെ പിന്നെ വേറൊരു രീതിയിലോട്ട് മാറ്റുകയാണ് നമ്മൾ കാണുന്നത് അല്ലേ? ഇത് സിംഗിൾ പീസ് വെച്ചിട്ട് നമ്മൾ കോഫി ടേബിൾ ഒക്കെ ചെയ്യുന്നതാണ്. ലൈവ് എഡ്ജ് പാറ്റേണിൽ ചെയ്യുന്നതാണ്. ഒരു സിംഗിൾ പീസ് വുഡ് വെച്ചിട്ട് ഒരു കോഫി ടേബിൾ. ഒരു ടേബിളൊക്കെ ചെയ്യണമെങ്കിൽ ശരാശരി ഏകദേശം എത്ര സമയം വേണ്ടി വരും? 15 ദിവസം. ഓക്കെ. അപ്പോൾ ഇവിടെ ഒരു ടേബിൾ കാണാം. ഇത് എന്താണ്, ഗാലക്സി എന്ന് പറഞ്ഞത്? അതെ അതെ, ഗാലക്സി കൺസെപ്റ്റിൽ ചെയ്തിരിക്കുന്നതാണ്. ഇത് പ്ലൈവുഡിന് മേലെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതേപോലെ തന്നെ നമുക്ക് പല ഡിസൈനിലും ചെയ്യാം. മാർബിൾ ഡിസൈനിൽ ഇപ്പോൾ വീട്ടിലെന്തെങ്കിലും ടൈൽ ഇട്ടിരിക്കുന്നുണ്ടെങ്കിൽ ആ ടൈലിന് മാച്ച് ആവുന്ന രീതിയിൽ, ഇന്റീരിയറിൽ എന്തെങ്കിലും കബോർഡ് അങ്ങനെ എന്തെങ്കിലും വർക്ക് ഉണ്ടെങ്കിൽ അതിന് മാച്ച് ആവുന്ന രീതിയിലൊക്കെ നമുക്ക് ചെയ്തെടുക്കാം. ഇഷ്ടംപോലെ സാധ്യതകളാണല്ലേ? അതെ അതെ. ഇത് നമ്മളൊരു ഓഷ്യൻ കൺസെപ്റ്റിൽ ചെയ്തിരിക്കുന്നതാണ്. 2 സൈഡ് വുഡാണ്. ഇത് ഇവിടെ ഓഷ്യൻ കൺസെപ്റ്റാണ് ചെയ്തിരിക്കുന്നത്. അതിൽ സ്റ്റോൺസ്, പ്ലാന്റ്സ് ഇതെല്ലാം വെച്ച് വേവ്സ് ആണ്, തിരമാല അടിക്കുന്നതാണ് ചെയ്തിരിക്കുന്നത്. ഇതിലെ ബാക്ക്ഗ്രൗണ്ട് കളർ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. ഇതിപ്പോ ഒരു ബ്ലൂ കൺസെപ്റ്റിലാണ് ചെയ്തിരിക്കുന്നത്, ഗ്രീൻ കൺസെപ്റ്റിൽ ചെയ്യാം. കളേഴ്സ് എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്ത് ചെയ്യാൻ പറ്റും. ഇത് എത്ര ലെയർ ഉണ്ടാവും അപ്പോക്സി ചെയ്തിരിക്കുന്നത്? ഇത് നമുക്കൊരു 6-7 ലെയേഴ്സ് വരും. 6-7 ലെയേഴ്സ് വരും. പിന്നെ ഇതിന്റെ ടോപ്പിലും ഫുൾ ആയിട്ട് എപ്പോക്സി വെച്ച് കവേർഡ് ആണ്. എന്താ രസം നോക്കിയാ, കക്ക, തൊണ്ട്, പിന്നെ സ്റ്റാർ ഫിഷ്, ഇത് പൂവോ എന്തൊക്കെയുണ്ടല്ലോ. ബോട്ടല്ല, പ്ലാന്റ്സും ഒറിജിനൽ അല്ല, പ്ലാസ്റ്റിക്കിന്റെ പ്ലാന്റ്സ് ആണ്. നമുക്ക് ഡ്രൈ ആയിട്ടുള്ള ഐറ്റംസ് ആണ് യൂസ് ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ മാറ്റ് ഫിനിഷിൽ ചെയ്തിട്ടുള്ള ഒരു ടേബിൾ ആണ്. ഇത് രണ്ടും വുഡ്, ഈ സെന്ററിൽ വരുന്നത് എപ്പോക്സി ആണ്. ട്രാൻസ്പെറന്റ് ബ്ലാക്ക് ആണ്. ഇത് ശരിക്കും മാറ്റ് ആയതുകൊണ്ടാണ്
അടിയിൽ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ട്രാൻസ്പെറൻസി നമുക്ക് ഒബ്ജക്റ്റ് കാണാൻ പറ്റും അല്ലേ? ഓ നല്ല തിക്നെസ് ഉണ്ടല്ലോ ഇതിന്. ആ തിക്നെസ് ഉണ്ട്. ഓക്കെ, ഇതിനുള്ളിൽ വേറെ ഒന്നും വെച്ചിട്ടില്ലെന്നേ ഉള്ളൂ. ഇല്ല വേറെ ഒന്നുമില്ല, പ്ലെയിൻ ആയിട്ട് ഒരു ഗ്ലാസ് ഫീലാണ്. അതെ ഒരു കൂളിംഗ് ബ്ലാക്ക് ഗ്ലാസ് ഇട്ട ഒരു ഫീൽ. ഇത് ഈ വുഡ് ആയിട്ട് മെർജ് ചെയ്ത് വരുന്ന ഒരു ഫീലാണ്. കറക്റ്റ്, വേറെ കട്ടിംഗ് ഒന്നും ഫീൽ ചെയ്യില്ല അതിന്റെ മേലെ അപ്രോച്ച് ചെയ്തിട്ട് അല്ലേ? അതെ നെക്സ്റ്റ് ടേബിൾ. അതെ നമ്മൾ നേരത്തെ ചെയ്തതിന്റെ ഒരു വേറൊരു വേർഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഇത് അപ്പോക്സി ആണോ നടുക്കത്തെ? അതെ ഇത് എപ്പോക്സി ആണ്. അത് ട്രാൻസ്പെറന്റ് ആയിരുന്നു, ഇത് നോൺ ട്രാൻസ്പെറന്റ് ആണ്. ഇത് ഒരു വെറൈറ്റി ടേബിൾ ആണ് കേട്ടോ. ഇത് ഞങ്ങളുടെ ഒരു കൺസെപ്റ്റിലാണ് സ്റ്റാർട്ട് ചെയ്തതാണ്. ചെറിയ വുഡിന്റെ പീസുകളാണ് സെന്ററിൽ ഫില്ല് ചെയ്തിരിക്കുന്നത്. വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല, വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇതിന് മുകളിൽ ഇനി പല ലെയറുകൾ വരാനുണ്ടല്ലേ? ഇതിന് മുകളിലും നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഫുൾ ആയിട്ട് എപ്പോക്സി വരും. ഇതൊക്കെ ഒരു റേഞ്ച് കഴിഞ്ഞു തോന്നുന്നല്ലേ? അതെ കുറച്ച് ഫില്ലിംഗ് ആയിട്ടുണ്ട്. ഈ രണ്ട് സൈഡുള്ളത് വുഡാണ്, ഈ സെന്ററിലെ റൗണ്ട് എല്ലാം ചെറിയ വുഡ് പീസുകൾ വെച്ച് ഫില്ല് ചെയ്തിരിക്കുന്നത്. ഒരേ ലെവലില്. അതെ വർക്ക് കഴിഞ്ഞ് കഴിയുമ്പോൾ കിടുമായിരിക്കും. ഇത് ഇത്ര നല്ല ഭംഗിയിൽ ഉണ്ടാക്കണമെങ്കിൽ ഇത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള പ്രോസസ്സിംഗ് ആണല്ലോ നടക്കുന്നത്. പൊടിയൊന്നും വീഴാതെ വളരെ ടേക്ക് കെയർ ചെയ്തിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. വലിയൊരു കൂറ്റൻ ടേബിളാണ് അല്ലേ? 10 പേർക്ക് സുഖമായിട്ടിരിക്കാൻ പറ്റുന്ന ഒരു ടേബിളാന്ന് തോന്നുന്നു. അതെ 10 സീറ്റർ ആണ്, 9x4 ഫീറ്റ് വരുന്നുണ്ട്. ഇതുണ്ട്, ഇത് നോക്കാം. ഇതിൻ്റെ ഉള്ളിൽ ഇനിയിപ്പോൾ ഒരു ലെയർ കഴിഞ്ഞേ ഉള്ളൂ. ഇനി ഇതൊക്കെ മൂടി വരും അല്ലേ? അതെ ഇത് ഇതുവരെ ഫില്ലാവും. ഇതുവരെ ഫില്ലാവും. ഈ ഹൈറ്റിൽ ഫില്ലാവും. ഓക്കെ, നമ്മൾ ടേബിളുകൾ കണ്ടു. ഇനി ഇതൊക്കെ എന്താണ്? ഇത് നമ്മളൊരു വാൾ ക്ലോക്ക് ആയിട്ട് ചെയ്യുന്നതാണ് രണ്ടും. ഇതൊരു ഓഷ്യൻ കൺസെപ്റ്റ് ആണ്, അത് വേൾഡ് മാപ്പ് കൺസെപ്റ്റ് ആണ്. വേൾഡ് മാപ്പ് മോഡൽ ക്ലോക്ക് ആണ്. ഇങ്ങനെ ചെറുതായിട്ടും ചെയ്യാല്ലേ? ചെറുതായിട്ടും. അതുപോലെ തന്നെ ഡെക്കോർ ഐറ്റംസ് നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തെടുക്കാൻ പറ്റും. ഇതിന്റെ ഉള്ളിൽ എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്? സാൻഡ് ആണോ? സാൻഡ് ആണ്. നമ്മൾ അവിടെ കണ്ട ടേബിളിന്റെ ഒരു മിനിയേച്ചർ രൂപമാണ് ഇത്. സാൻഡ് ബോട്ട്. ഇത് നിങ്ങൾക്ക് ക്യാമറയോടെ കാണുമ്പോൾ എത്രത്തോളം എഫക്ട് തോന്നുന്നുണ്ടെന്ന് അറിയത്തില്ല, പക്ഷെ നേരിട്ട് കാണുമ്പോഴാണ് കറക്റ്റ് നമുക്ക് ഇങ്ങനെ ഒരു അതിന്റെ ഉള്ളിൽ ഇങ്ങനെ ശരിക്കും ഒരു അല്ലേ? ഇതൊക്കെ എന്ത് മെറ്റീരിയൽ? ഉള്ളിൽ എന്താ ചെയ്തിരിക്കുന്നത്? ഇത് ഡൈനിങ് ടേബിൾ തന്നെയാണ്. ഇത് മെറ്റാലിക് പിഗ്മെന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മളവിടെ ബ്ലാക്ക് കണ്ടല്ലോ, അത് ഒപ്പാക്ക് കളേഴ്സ് ആണ്. ഇത് വരുന്നത് മെറ്റാലിക് കളറാണ്. ഇതിൽ തന്നെ പല കളേഴ്സ് അവൈലബിൾ ആണ്. ഇപ്പോൾ മെറ്റാലിക് ഗ്രീൻ ആണ്, മെറ്റാലിക് ബ്ലൂ ചെയ്യാം, ഗോൾഡ് ചെയ്യാം, റെഡ് ചെയ്യാം, എല്ലാ കളേഴ്സ് അവൈലബിൾ ആണ്. ഇതൊരു കസ്റ്റമർ നമുക്ക് പ്രൊവൈഡ് ചെയ്താണ്. അവരുടെ കല്യാണ മാലയാണിത്. ഇതിൽ ഇനി അവരുടെ നെയിം, ഫോട്ടോ എല്ലാം വെച്ച് അവരുടെ ഒരു മെമ്മറി ആയിട്ട് സൂക്ഷിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു ഐറ്റം ആണ്. അതെ ഫ്ലവേഴ്സ് ആണോ? ഫ്ലവേഴ്സ് ആണ്. വെഡിങ് മാലയിൽ വരുന്ന ഫ്ലവേഴ്സ് ആണ്. ഡ്രൈ ആയിട്ടുള്ളത് എടുത്തിട്ട് ചെയ്തു. ആളുകളുടെ ഓർമ്മകളൊക്കെ ഇങ്ങനെ ആക്കി എടുക്കാൻ പറ്റും. ഒബ്ജക്റ്റുകൾ, കയ്യിലുള്ള സാധനങ്ങളൊക്കെ എന്നൊന്നും കാണാനൊക്കെ ആയിട്ട് ഒരു സ്മാരകം പോലെ സൂക്ഷിക്കാം. ഇത് വേൾഡ് മാപ്പ് മോഡൽ കോഫി ടേബിൾ ആണ്. വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, കംപ്ലീറ്റ് ആയിട്ടില്ല. നമ്മൾ നേരത്തെ കണ്ടത് ക്ലോക്ക് ആയിരുന്നു. ഇതിനൊക്കെ കുറച്ച് വലിയ സൈസ്. ഒരേ വീട്ടിലേക്ക് തന്നെയാണോ? അല്ല വേറെ കസ്റ്റമേഴ്സ് ആണ്. വേണമെങ്കിൽ ഒരു വീട്ടിൽ തന്നെ ക്ലോക്ക്. അതെ അങ്ങനെ ചെയ്യാം. ഒരേ തീമിൽ ചെയ്യാം. ഡൈനിങ് ടേബിൾ, കോഫി ടേബിൾ, ക്ലോക്ക്. ഒരേ വീട്ടിലൂടെ എല്ലാം ചെയ്യാന്ന് പറഞ്ഞപ്പോൾ അവരുടെ സന്തോഷം കണ്ടോ? രണ്ടുപേരും ഒന്നിച്ചിറങ്ങിയേക്കുക. നിങ്ങൾ കപ്പിളായിട്ട് ഇത് തുടങ്ങാനുള്ള തീരുമാനം എന്താണ്? കാരണം എന്താണ്? രണ്ടാക്കൂടെ ഒരുമിച്ച് എന്തെങ്കിലും ചെയ്യണമെന്നുള്ള കാര്യത്തോടുകൂടി സ്റ്റാർട്ട് ചെയ്തതാണ്. എത്ര വർഷം? ഇപ്പൊ 6 വർഷം. സെറ്റാണ്. അതെ 1-2 വർഷത്തിന്റെ സ്റ്റഡിയും കാര്യങ്ങളായിട്ട് പോയി. ഒരു 6 വർഷമായിട്ടില്ല എന്റെ മാർക്കറ്റിംഗ് തുടങ്ങി ഒരു ബിസിനസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട്. സാധ്യത കണ്ടെത്തിയ ഒരു വെറൈറ്റി ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ സക്സസ് ആയിട്ട് പോകുന്നു. ഇപ്പോൾ വേൾഡ് വൈഡ് ബിസിനസ് ഇവർ വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കൺഗ്രാറ്റ്സ്. കഴിഞ്ഞിട്ടില്ല, നമ്മൾ കണ്ടതൊക്കെ എന്തൊക്കെയാ? കല്ലും മണ്ണൊക്കെ അല്ലേ കണ്ടേ? ഈ വേറെ ഐറ്റം ഉണ്ട്. ഇതുണ്ടോ? ഇത് ചെറുത്. ഇത് കഴിഞ്ഞ് വേറെ ഐറ്റം വരാനുണ്ട്, കാണിച്ചില്ല. ഇത് സ്പൈസസ് ആണല്ലേ? അതെ സ്പൈസസ് ആണ്. ഇതെല്ലാം കസ്റ്റമർ പറഞ്ഞിട്ടുള്ള സ്പൈസസ് അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ്. ജാതിപത്രി, ഏലക്ക, കുരുമുളക്, കാപ്പി, പിന്നെ ചോളം, ഒരു ബിരിയാണി, അല്ല കശുവണ്ടി പരിപ്പ്, ഇഞ്ചി, ചുക്ക്, ഏലക്ക, എല്ലാ കടുക. കടുക്, മഞ്ഞള്, ബദാം. ഒരു വീട്ടിലോട്ടുള്ള അല്ല ഒരു ഷോപ്പിലുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇതൊക്കെ നിങ്ങൾ തപ്പി കണ്ടുപിടിച്ചിട്ട് ചെയ്തതാണോ? ചെയ്തതാണ്. എല്ലാം വെറൈറ്റി ആയിട്ടാണ്. ഇനി അവിടെ ഒരു ടേബിൾ ഉണ്ട്, അതിലെല്ലാം ഐറ്റം ഇതേപോലെ ഡിഫറെന്റ് ആണ്. ഇതിന്റെ ഏറ്റവും വലിയ രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഓരോ ടേബിൾ ഉണ്ടാക്കുമ്പോൾ അല്ലേ ഞങ്ങൾക്ക് ഓരോ അനുഭവങ്ങളാണ് ഉണ്ടാവുക. ഈ ഒരു ടേബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇത്രയും സ്പൈസസ് ഇത് കണ്ടെത്താൻ വേണ്ടി ഞങ്ങൾ 2-3 ദിവസം എടുത്തിട്ട് അത് കണ്ടെത്തിയത്. അപ്പോൾ ഞങ്ങൾ ഈ 2 ദിവസം ഞങ്ങൾ രണ്ടാളും ഒരുമിച്ച് അലഞ്ഞത് കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ അതൊരു ത്രില്ലാണ്. അതേപോലെ തന്നെയാണ് പല ടേബിളിൻ്റെയും പല കൺസെപ്റ്റ് ഞങ്ങൾ ചെയ്യുന്നത് അങ്ങനെയാണ്. ഒരു കസ്റ്റമർ പറയുമ്പോൾ അത് തേടി കണ്ടെത്തിയിട്ട് അത് ചെയ്യാൻ അതൊരു ത്രില്ല് തന്നെയാണ്. അതുതന്നെയാണ് ഈ ഒരു ടേബിൾ ചെയ്യുന്നത് ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു ഇൻട്രസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. 90 സ്പൈസസ് അല്ലേ? സ്പൈസസ് പിന്നെ 90 ഫുഡ് ഐറ്റംസ് എന്തൊക്കെയോ ഉണ്ടല്ലേ? എല്ലാം നിങ്ങൾ ഓടി കളക്ട് ചെയ്ത് നമുക്ക് തന്നെ അതിന്റെ പകുതി ഐറ്റംസ് അറിയത്തില്ല. ഇതിലൊന്നും റിപ്പീറ്റേഷൻ ഇല്ല. ഈ 90 ഐറ്റം ഡിഫറെന്റ് ആണ്. അതാണ് അതിന്റെ ഒരു പ്രത്യേകത.
ഇതിൽ നമ്മൾ ഇനി സ്പൈസസ് എല്ലാം ഫില്ലിങ് കഴിഞ്ഞു. ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോക്സി ഫില്ലിംഗ് ആണ്. എപ്പോക്സി നമ്മൾ ലെയർ ബൈ ലെയർ ആയിട്ട് ഫില്ല് ചെയ്ത് കൊണ്ടുവരും. അപ്പം അതിൻ്റെ ഒരു ഫില്ലിംഗ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. കാണാം. ഇതൊക്കെ കാണാൻ വേണ്ടി മാത്രമുള്ള സംഭവമാണ്, നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. അതെ അതെ. ഇതാണ് നമുക്ക് എപ്പോക്സി വരുന്നത്. എപ്പോക്സി എന്ന് വെച്ചാൽ ട്രാൻസ്പെറൻ്റ് ആണ്. നമ്മളിതിൽ വേറെ ഏതെങ്കിലുമൊക്കെ നമുക്ക് കളേഴ്സ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. അപ്പം ഇതിൽ നമുക്ക് സ്പൈസസ് എല്ലാം നല്ല ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടി നമ്മൾ ട്രാൻസ്പെറൻറ്റ് തന്നെയായിരിക്കും ഫില്ല് ചെയ്യുന്നത്. നമ്മൾ ഒരു ലെയറാണ് ഫില്ല് ചെയ്യുന്നത്. ഇത് സെറ്റ് ആയതിനു ശേഷം അടുത്ത ലെയർ ഫില്ല് ചെയ്യും. അങ്ങനെ ലെയർ ബൈ ലെയർ ആയിട്ട് നമ്മൾ ഈ വുഡിൻ്റെ ലെവൽ വരെ ഫില്ല് ചെയ്തെടുക്കുകയാണ് ചെയ്യാം. ഇതിങ്ങനെ ഒന്ന് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് സെറ്റ് ആവാൻ സമയം എടുക്കും. സെറ്റ് ആവാൻ സമയം എടുക്കും. ഒരു 3-4 hours എന്തായാലും എടുക്കും. അത് കഴിഞ്ഞ് ഒരു ദിവസം കൊണ്ട് നമുക്ക് എല്ലാ ലെയറും ചെയ്യാൻ പറ്റും? ഇല്ല, ഒരു ദിവസം നമുക്കൊരു മാക്സിമം 3 ലെയറേ പറ്റുള്ളൂ. ഒരു 2 ലെയറാണ് ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോ എന്തായാലും ഒരു 5 ലെയർ വേണ്ടി വരും തോന്നുന്നല്ലേ? 5 പോരാ, അതിലും കൂടുതൽ എടുക്കും. ഒരു ലെയർ എത്ര തിക്നെസ് ഉണ്ടാവും? ഒരു 10 mm 15 mm വരെ നമുക്ക് ചെയ്യാം. അത് ക്ലൈമറ്റും കൂടി ഡിപ്പെൻഡ് ചെയ്യും. ഇതൊക്കെ ഏത് ഐറ്റം ആണെന്ന് പകുതി കണ്ടിട്ട് ഇത് വീഡിയോ കാണുന്നവർക്ക് ഏതൊക്കെയാണെന്ന് അറിയാമെങ്കിൽ കമന്റ് ചെയ്തേ കേട്ടോ, എന്തൊക്കെ ഐറ്റംസാണ് വെച്ചിരിക്കുന്നതെന്ന്. നമ്മൾ എപ്പോക്സി ഫില്ല് ചെയ്യുമ്പോൾ വരുന്ന ബബിൾസ് ഹീറ്റ് ചെയ്ത് റിമൂവ് ചെയ്യുന്നതാണ്. ഇങ്ങനെ കുമിളകളായിട്ട് വരും. കുമിളകളായിട്ട് വരും. ഹീറ്റ് ചെയ്യുമ്പോൾ അത് പോകും അല്ലേ? ഹീറ്റ് ചെയ്യുമ്പോൾ അത് റിമൂവ് ആയിട്ട്. ഈ ഒരു ടേബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പോളിഷിങ് സ്റ്റേജിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. നമ്മൾ എപ്പോക്സി എല്ലാം വുഡിൻ്റെ ലെവൽ വരെ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മളിത് പോളിഷ് ചെയ്തെടുക്കുകയാണ്. അപ്പം അതിൻ്റെ ഗ്രൈൻഡിങ് സാൻഡ് അങ്ങനെയുള്ള പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞു. ഇപ്പോൾ ഇതൊരു മങ്ങിയ അവസ്ഥയിലാണല്ലോ കിടക്കുന്നത്. ഇതിൽ നമ്മൾ എപ്പോക്സിയുടെ കോട്ട് കൊടുക്കും. അപ്പോൾ ഇതിനുള്ളിലുള്ള ഐറ്റംസ് എല്ലാം തെളിഞ്ഞ് വുഡിൻ്റെ ഗ്രെയിൻസ് എല്ലാം എടുത്ത് കാണിക്കാൻ തുടങ്ങും. അതെ, തെളിയുമ്പോൾ കാണാം. അതിൻ്റെ അടിയിൽ തെളിഞ്ഞു വരുന്നുണ്ട്. ഓ നോക്കി എന്തൊക്കെയാ അതിൻ്റെ അടിയിലുള്ളതെന്ന്. ഇതൊരു കടൽ തന്നെയല്ലേ? കടൽ തന്നെയാണ്. നമ്മൾ എപ്പോക്സി കൊടുത്തപ്പോൾ ആ സെൻട്രലിലുള്ള എല്ലാം തെളിഞ്ഞ് കണ്ടാണ്. ഇനിയിപ്പോൾ വുഡിന് മേലെ വരുമ്പോൾ ആ വുഡിൻ്റെ ഗ്രെയിൻസും എടുത്ത് കാണിക്കാൻ തുടങ്ങും. ഓക്കെ, ഇപ്പോൾ ഫിനിഷിംഗ് ലെവൽ ആയില്ലേ ഏകദേശം? ഇനിയും വരും, 2-3 കോട്ടിങ് കൂടി വരും. അപ്പൊ ഞാനൊരു സംശയം ചോദിക്കട്ടെ, ഇപ്പൊ ഇത്രയും പണിയില്ലേ, അപ്പം സാധാരണ ഫർണിച്ചറിനേക്കാളും ഒത്തിരി റേറ്റ് കൂടുതലാണോ ഇതിന്? ഇത് ശരിക്കും എപ്പോക്സി ടേബിൾ ഒരു ലക്ഷറി ഫർണിച്ചറാണ്. റേറ്റ് ആ ഒരു രീതിയിൽ തന്നെ വരും. എന്നാലും നമ്മൾ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ കിട്ടാവുന്നതിൻ്റെ ഏറ്റവും ബെസ്റ്റ് റേറ്റിലാണ്. ബാക്കി എല്ലാ കോമ്പറ്റീറ്റേഴ്സിനേക്കാളും നല്ലൊരു റേറ്റിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ വേറെ ചെയ്യുന്നവരുണ്ടോ അറിയോ? കേരളത്തിൽ ചെയ്യുന്നവരുണ്ട്. നമുക്കിതിൻ്റെ റേറ്റ് വരുന്നത് സ്ക്വയർ ഫീറ്റിനാണ്. ടേബിൾ ടോപ്പ് നമുക്കൊരു മോഡൽ അനുസരിച്ചിട്ടാണ് റേറ്റുകൾ വരുന്നത്. നമുക്കൊരു 800 തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട്. പിന്നെ നമുക്ക് ഇതിൽ വരുന്ന എപ്പോക്സിയുടെ ക്വാണ്ടിറ്റിയും വർക്കൊക്കെ അനുസരിച്ചിട്ട് പല റേറ്റുകൾ വരും. ഇപ്പൊ നമുക്ക് ഈ നശിച്ചു പോകുന്ന ഫോട്ടോസ് ഒക്കെ വെച്ച് ചെയ്യാൻ പറ്റുമോ? ഫോട്ടോസ് വെച്ച് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ മാർബിൾ ഡിസൈനിൽ ചെയ്തിരിക്കുന്ന വേറൊരു ടേബിൾ ടോപ്പ് ആണ്. നിങ്ങൾ ചെയ്തു വെച്ചിരുന്നായിരുന്നല്ലേ? അതെ, കംപ്ലീറ്റ് ആയിട്ടില്ല, വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡിസൈനിങ് പാർട്ട് കംപ്ലീറ്റ് ആയി വെച്ചിരിക്കുന്നതാണ്. മാർബിൾ പീസ് വെച്ച പോലെ തോന്നുന്ന രീതിയിൽ. അതെ, ഇത് പ്ലൈവുഡിന് മേലെ ചെയ്തിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് വുഡിന്റെ ഗ്രെയിൻസ് ഒന്നും കാണാം. നമുക്ക് എന്തിന്റെയൊക്കെ മുകളിൽ ഇത് ചെയ്യാൻ പറ്റും? വുഡിന്റെ മുകളിൽ മാത്രമാണോ ചെയ്യാൻ പറ്റുന്നത്? പ്ലൈവുഡിന് മേലെയും ചെയ്യാം, പിന്നെ വുഡും എപ്പോക്സി. ഇത് രണ്ടുമാണ് നമുക്ക് മെയിൻ ആയിട്ട് എപ്പോക്സി ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് അല്ലേ? അതെ. പ്ലൈവുഡിന് മേലെ ആകുമ്പോൾ ഇങ്ങനെ വുഡിന്റെ ഗ്രെയിൻസ് ഒന്നും കാണില്ല, ഫുൾ എപ്പോക്സി പോലെ ആയിരിക്കും ഫീൽ ചെയ്യുക. അതിന്റെ ബാക്ക് സൈഡും ഡിസൈൻ ഉണ്ടാവും. പ്ലൈവുഡ് പുറത്തേക്ക് കാണില്ല, പ്രൊട്ടക്ഷന്റെ പ്രശ്നങ്ങളൊന്നും ഇല്ല. നമുക്ക് ടേബിൾ ടോപ്പ് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം. നമുക്കിവിടെ CNC എൻഗ്രേവിംഗ് മെഷീൻ ഉണ്ട്. അപ്പോൾ അതിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏത് ഷേപ്പിലേക്ക് വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഓവൽ ഷേപ്പിലാണ് ചെയ്തിരിക്കുന്നത്. നേരത്തെ നമ്മൾ ചെയ്തതെല്ലാം റെക്റ്റാങ്കിൾ ആയിരുന്നു. റൗണ്ടിൽ ചെയ്യാം. അങ്ങനെ പെർട്ടിക്കുലർ ആയിട്ട് ഏത് ഷേപ്പ് തന്നാലും അതിലേക്ക് ചെയ്തെടുക്കാം. ക്രിയേറ്റിവിറ്റിക്കും സങ്കല്പത്തിന് അതിരുകളില്ല. നമ്മളെ മനസ്സിൽ കണ്ട ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്കിത് ഫിനിഷിംഗിൽ എത്തിക്കാൻ പറ്റും അല്ലേ? അതെ. ഇത് കഴിഞ്ഞ് വരുമ്പോൾ ഈ ലെവലിൽ തന്നെയാണോ ഫിനിഷിംഗ് ഉണ്ടാവുക? അല്ല, ഇത് എപ്പോക്സി വുഡിന്റെ ലെവൽ വരെ ഫില്ല് ചെയ്തിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ എല്ലാം ഗ്രൈൻഡ് ചെയ്ത് സാൻഡ് ചെയ്ത് വീണ്ടും ഇതിന് മുകളിൽ എപ്പോക്സി വരും. അപ്പോൾ ഈ വുഡിന്റെ ഗ്രെയിൻസ് എല്ലാം എടുത്ത് കാണും. കറക്റ്റ് ലെവലായിരിക്കും അല്ലേ? അതെ. ഞാനതില്ലേ ഇവർ ചെയ്യുന്ന ടേബിളുകളൊക്കെ വലിയ ടേബിളുകളാണ്. ഞങ്ങൾ ഇത്ര ഹോം ടൂർ ചെയ്തിട്ട് ഇത്രയും വലിയ ടേബിളുകളൊക്കെ വളരെ കുറച്ച് വീട്ടുകളെ കണ്ടിട്ട്. ഇതൊക്കെ എവിടേക്കാണ് പോകുന്നത്? അപ്പോൾ പുതിയൊരു കാഴ്ചയായിരുന്നു കേട്ടോ. അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇമോഷൻസ് തന്നെയാണ്. കുറേ കൂടെ ആളുകൾക്ക്
വെറും ഒരു മെറ്റീരിയൽ എന്നത് അല്ലാതെ അതിനപ്പുറത്തോട്ട് ആളുകളുടെ ഇമോഷൻസ് ഒക്കെ ചെയ്ത് വയ്ക്കാൻ പറ്റിയിട്ടുള്ള ഒരു വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ളൊരു സെറ്റപ്പാണ് നമ്മുടെ അപ്പോക്സി ടേബിൾ നിർമ്മാണം, അപ്പോക്സി ഡെക്കോസ് എല്ലാം. അപ്പോൾ നന്ദ ഡെക്കോസ് നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കസ്റ്റമൈസേഷൻ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഇതുപോലെ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ അപ്പോക്സിയിൽ ചെയ്യണം താല്പര്യമുണ്ടെങ്കിൽ നന്ദ ഡെക്കോസിൻ്റെ നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്. വേൾഡ് വൈഡ് ചെയ്യുന്നതല്ലേ? എല്ലാവർക്കും ചെയ്യുന്നുണ്ട്. വീടുകളിൽ പോയി ഓക്കെ. അപ്പോൾ നിങ്ങളെ കോൺടാക്ട് ചെയ്താൽ മാത്രം മതി. ID എന്താണെന്ന് പറഞ്ഞു കൊടുത്താൽ മതി, നിങ്ങൾ സെറ്റ് ആയിക്കോളും. ഓക്കെ. ഇനി അല്ല നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും സംഭവം ഉണ്ട് അത് വെച്ചാണ് ചെയ്തതെങ്കിൽ അങ്ങനെ. ഓക്കെ. അപ്പോൾ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പം ഇതുപോലത്തെ വെറൈറ്റി വീഡിയോസ് കാണണമെങ്കിൽ നമ്മുടെ ചാനൽ എന്തായാലും ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ നമ്മൾ വീണ്ടും വരാം. അപ്പോൾ ബ്രോസ് ബൈ.